കുറച്ച് പുതുവർഷ ചിന്തകളാവാം. ഒരിക്കൽ ഒരു രാജാവിന് ഒരു പരുന്തിന്റെ കുഞ്ഞിനെ കിട്ടി. അതിനെ വളർത്തി വലുതാക്കാൻ അദ്ദേഹം തന്റെ സേവകനെ ഏൽപ്പിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അത് വലുതായി. ആ പരുന്ത് പറക്കുന്നത് കാണാൻ രാജാവിന് അതിയായ ആഗ്രഹം. പക്ഷേ അത് ഉയരങ്ങളിലേക്ക് പറക്കുന്നതിന് പകരം ഒരു മരത്തിന്റെ ശിഖരങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. പരുന്തിനെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാനുള്ള വിദ്യ തേടി ആ നാട്ടിലെ പണ്ഡിതന്മാരെ എല്ലാം രാജാവ് നിയോഗിച്ചു. പക്ഷെ പരുന്ത് അവിടെ നിന്ന് മുകളിലേക്ക് പറന്നതേയില്ല. ഒടുവിൽ ആ നാട്ടിലെ ഒരു സാധാരണ കർഷകൻ മുന്നോട്ട് വന്നു. ആ കർഷകൻ പരുന്തിരുന്ന ശിഖരത്തിന്റെ മുകളിലുള്ള മറ്റൊരു ശിഖരത്തിന്മേൽ ഒരു നെൽക്കതിര് തൂക്കിയിട്ടു. അത് തിന്നാനായി പരുന്ത് താനെ മുകളിലേക്ക് കയറി. അത് തിന്നു കഴിഞ്ഞപ്പോൾ നെൽക്കതിര് തേടി മറ്റൊരു ശിഖരത്തിലേക്ക് പറന്നു. അവിടെ നിന്നും മറ്റൊരിടത്തേക്ക്, അങ്ങനെ അങ്ങനെ അത് പറന്ന് മുകളിലോട്ട് പോയി. പുതിയ വർഷത്തിൽ നമ്മെ പ്രചോദിപ്പിക്കാൻ ചില ഉന്നതമായ ലക്ഷ്യങ്ങൾ നമുക്ക് മുമ്പിൽ വേണം. എങ്കിൽ മാത്രമേ നാം ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മെ താഴ്ത്താനും തകർക്കാനും ഒരുപാട് പേരുണ്ടാകും. എങ്കിലും നമുക്ക് ചെയ്തു തീർക്കാൻ ചില ഉദാത്തമായ നിയോഗങ്ങളുണ്ടെങ്കിൽ അലസതയുടെ ശിഖരങ്ങൾ വെടിഞ്ഞ് നാം സ്വാഭാവികമായി വളർന്നുകൊണ്ടേയിരിക്കും. പുതുവർഷം 2026 ചുവടുവെക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് പറന്നുയർന്നുകൊണ്ടേയിരിക്കാം. എൻ്റെ നാഥൻ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇപ്രകാരം പ്രതീക്ഷയുടെ പടവുകൾ താണ്ടി പുത്തനാണ്ടിൽ നമുക്ക് പ്രശോഭിക്കാം. ഏവർക്കും പുതിയ വത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. സ്നേഹത്തോടെ ഡേവിഡ്. മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലി